ഹലോ. അപ്പോൾ ഇന്നേ നമ്മൾ സംസാരിക്കാൻ പോകുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമ്മളെല്ലാവരും അറിയാത്ത ആൾക്കാരൊക്കെ ഞെട്ടും, അറിയുന്ന ആൾക്കാർക്ക് ഇതെന്താണെന്നൊരു പിടിയും കിട്ടത്തില്ല. പക്ഷേ അത് മനസ്സിലാക്കിയിടത്തോളം നമ്മളൊരു കറൻറ്റ് അഫെയറിലെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. അതായത് ഇന്ത്യ ചേരിചേരാ നയങ്ങളുമായിട്ടാണ് ഇന്ന് വരെ ഉണ്ടായിരിക്കുന്നത്. ചേരിചേരാ നയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവിടെയില്ല ഇവിടെയില്ല, എനിക്ക് എൻ്റേതായ ഒരു എൻറ്റിറ്റി ഉണ്ട്. പക്ഷേ നിങ്ങൾ കേട്ട് കാണുമല്ലോ, ഇന്ത്യയുടെ 2 യുദ്ധക്കപ്പലുകൾ ഇറാൻ തീരത്തേക്ക് പോയി. ഇറാൻ തീരത്ത് ചെന്നപ്പോൾ അവിടുന്ന് ഒരു കപ്പൽ അവരെ സ്വീകരിച്ച്, അതായത് ഇന്ത്യൻ യുദ്ധക്കപ്പലുകൾ എന്നാണ് ഞാൻ പറഞ്ഞത്, യുദ്ധക്കപ്പലുകളെ സ്വീകരിച്ച് അവരുടെ പോർട്ടിൽ കൊണ്ടുപോയി. അപ്പോൾ ഇറാനുമായിട്ട് ഒന്ന് ആലോചിച്ച് നോക്കി, ഇറാൻ ഇപ്പോൾ നിലവിൽ യുദ്ധം ചെയ്യുന്നത് ഇസ്രായേലുമായിട്ടാണ്. അപ്പോൾ ഇസ്രായേലുമായിട്ട് യുദ്ധം ചെയ്യുന്ന ഇസ്രായേലിൻ്റെ മെനഞ്ഞാന്നത്തെ ഒരു ന്യൂസ് നിങ്ങളെല്ലാവരും കേട്ട് കാണും. മോദി വിളിച്ച് പറഞ്ഞു ഭീകരതയ്ക്കെതിരെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞ അതേ സ്റ്റാൻഡിൽ നിന്നുകൊണ്ട് പറയുന്നു ഇറാനിലേക്ക് 2 യുദ്ധക്കപ്പലുകളെ അയച്ചു കൊടുക്കുന്നു. ഇപ്പോൾ എപ്പോൾ വേണേലും ഇറാനിൽ 2 പടക്കം പൊട്ടാം. അപ്പോൾ എന്തുകൊണ്ടാണെന്നുള്ളത് എനിക്ക് എത്ര ആലോചിച്ചിട്ടും ആദ്യമൊന്നും പിടികിട്ടിയില്ല. പിന്നെ കുറേ സ്ട്രാറ്റജിക്കലായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പഠിച്ചപ്പോഴാണ് എനിക്ക് കാര്യം മനസ്സിലായത്. കാരണം ഇറാനിലേക്ക് അവർ യുദ്ധം ചെയ്യുന്നതിന് വേണ്ടി മിസൈലുകൾ ഓൾറെഡി ഇപ്പോൾ ഇറാനും ഇസ്രായേലും തമ്മിൽ ഉള്ള യുദ്ധത്തിൽ ഇസ്രായേലിൻ്റെ ഫസ്റ്റ് കക്ഷിയായിട്ടാണ് അമേരിക്ക കഴിഞ്ഞാൽ അടുത്ത കക്ഷിയായിട്ട് ഇന്ത്യ നിൽക്കുക. എന്നിട്ട് അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് നിൽക്കുന്ന ഇറാനിലേക്ക് 2 യുദ്ധക്കപ്പലുകൾ, സാധാരണ ഷിപ്പിൻ്റെ കാര്യം എന്ന് പറയുന്നത് 2 യുദ്ധക്കപ്പലുകളെ ഇറാനിലേക്ക് അയച്ചിരിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒന്ന് ആലോചിച്ച് നോക്കി എന്തായിരിക്കും. ഒരിക്കലും ഒരു സാധാരണക്കാരൻ എന്നല്ല പറയുന്നത്, എത്ര കറണ്ട് അഫെയർസുമായിട്ട് ബന്ധപ്പെട്ട ഒരാൾക്കും മനസ്സിലാക്കാനൊക്കെ തന്നെ ഒരു കാര്യമാണ്. പക്ഷേ എനിക്കിപ്പോൾ മനസ്സിലായതും, ഞാൻ കുറേ കാര്യങ്ങൾ ഇത് മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇത് കേൾക്കുമ്പോൾ നിങ്ങളെല്ലാ ആൾക്കാർക്കും ഒരു ഡൗട്ട് വരും. ഇറാനിലേക്ക് 2 യുദ്ധക്കപ്പൽ അയക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇസ്രായേലിനെതിരായിട്ടല്ലേ? കാരണം ഇസ്രായേൽ ഇന്നല്ലേ നാളെ ഇറാനിലേക്ക് തിരിച്ചടിക്കും. അപ്പോൾ ഇന്ത്യ ഈ അയച്ചിരിക്കുന്ന 2 യുദ്ധക്കപ്പലുകൾ നമ്മുടെ എതിരായിട്ടല്ലേ നിൽക്കുന്നത്? ഒന്നുമല്ല. അപ്പോൾ അതിൻ്റെ യഥാർത്ഥ കാര്യം എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. നമുക്ക് കിട്ടുന്ന ക്രൂഡ് ഓയിൽ എന്ന് പറയുന്നത്, അപ്പോൾ നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിലായിരിക്കും, നിങ്ങൾ ഓരോരുത്തരും ചെയ്യുന്ന സ്റ്റോക്ക് മാർക്കറ്റിൽ നിങ്ങൾ കാണുന്ന ഒരു കാര്യത്തിൽ, അപ്പോൾ ക്രൂഡ് ഓയിൽ നമുക്ക് ഏറ്റവും കൂടുതൽ കിട്ടുന്നത്, പ്രകൃതിവാതം കിട്ടുന്നത് ഖത്തറിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇറാനിൽ നിന്ന് കിട്ടുന്ന പ്രോഡക്റ്റുകൾ, ഇറാനിൽ നിന്ന് കിട്ടുന്ന പെട്രോളിയം പ്രോഡക്റ്റുകൾ, ആ പ്രോഡക്റ്റുകളെ നമ്മൾ നമുക്ക് കിട്ടുന്ന, കാരണം ഇപ്പോൾ ഇവർ പറയുന്ന അവിടുന്ന് വരുമ്പോൾ, ഇവിടുന്ന് കുറേ ഇറാനിൽ നിന്ന് വരുന്ന ഷിപ്പുകളെ മറ്റ് ഹൂതികൾ അല്ലെന്നുണ്ടെങ്കിൽ മറ്റ്, ഞാൻ ആൾക്കാരുടെ പേരൊന്നും പറയുന്നില്ല, ഇതുപോലുള്ള ഗ്രൂപ്പുകൾ ആക്രമിക്കുകയാണെങ്കിൽ അതിനുള്ള ഒരു പരിരക്ഷ എന്ന നിലയ്ക്കാണ് എന്തായാലും ഈ മോദി ഇവരോട് ഓപ്പോസിറ്റ് ചെയ്യാനോ അല്ലെ ഇവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, ഇന്ത്യയുടെ പ്രോഡക്റ്റുകളെ ഇന്ത്യയിലേക്ക് വരുന്ന ഷിപ്പുകൾക്കുള്ള സപ്പോർട്ടിങ് കൊടുക്കാൻ വേണ്ടിയാണ് തീർച്ചയായിട്ടും ഈ 2 യുദ്ധക്കപ്പലുകളെ അയച്ചിരിക്കുന്നത്. ഒരിക്കലും നിങ്ങളുടെ കിട്ടിയിരിക്കുന്ന ഈ മാധ്യമങ്ങളിലൂടെ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഇൻഫർമേഷൻസിൽ 100% അത് തെറ്റാണ്. കാരണം ഇറാനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, ഇറാനും അവരും തമ്മിലുള്ള വിഷയങ്ങളൊക്കെ നിങ്ങൾ തമ്മിൽ ആയിക്കോട്ടെ. ചേട്ടാ നിങ്ങളെന്താ പ്രശ്നം? അത് നിങ്ങളുടെ പ്രശ്നമാണ്. അപ്പോൾ നിനക്കെന്താ പ്രശ്നം? നിങ്ങൾ തമ്മിലുള്ള കാര്യം. നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മളെ സപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഇസ്രായേലിനെ. ഇപ്പോൾ ഇസ്രായേലിന് ഒരു നല്ലതോ മോശമൊന്നുമല്ല ഞാൻ പറയുന്നത്. ഇസ്രായേലിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളിൽ, അല്ലെ ഇസ്രായേൽ നമുക്ക് തരുന്ന സപ്പോർട്ടുകളിൽ, അല്ലെ ഇസ്രായേലുമായിട്ട് നമുക്കുള്ള ഒരു റിലേഷൻഷിപ്പിൽ, അത് ആയുധപരമായിട്ടായിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇന്ധനപരമായിട്ടായിരിക്കാം, ബാക്കി ഏത് കാര്യത്തിലും ഒരുപക്ഷെ ഒരു പടി കൂടുതൽ അവരുമായിട്ടാണ്. പക്ഷേ അതേപോലെ തന്നെ ചാബഹാർ എനിക്ക് തോന്നുന്നു ആ ഒരു പോർട്ട് എന്ന് പറയുന്നത് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നതാണ്. ആ ഓപ്പറേറ്റ് ചെയ്യുന്ന പോർട്ടിലേക്ക് നമ്മുടെ 2 യുദ്ധക്കപ്പലുകൾ ചെല്ലുമ്പോൾ സ്വാഭാവികമായിട്ടും അവരതിനെ വെൽക്കം ചെയ്താണ് അങ്ങോട്ട് കൊണ്ടുപോയിരിക്കുന്നത്. വെൽക്കം ചെയ്ത് അതിൻ്റെ പ്രൊസീജിയറുകളനുസരിച്ച്, ഒരുപക്ഷെ നിങ്ങളൊക്കെ എന്നെക്കാട്ടി കൂടുതൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും ഇതിൻ്റെ പ്രൊസീജിയർ എന്താണെന്നുള്ളത്. ഒരു ഷിപ്പ് ചെല്ലുന്നു, ഉടനെ ഷിപ്പ് അവിടെ ചെന്ന് കയറുന്നുള്ള, ആ ഷിപ്പ് ചെല്ലുമ്പോൾ ആ ചെല്ലുന്നതിനെ കൃത്യമായി വെൽക്കം ചെയ്ത് കൊണ്ടുപോയി ആ ഒരു പോർട്ടിന് പരിരക്ഷ ഒഴുക്കുക എന്ന് പറയുന്ന സംഭവം. അല്ലാതെ ഈ സോഷ്യൽ മീഡിയക്കകത്തിട്ട് ചവിട്ടിത്തേക്കത്തില്ലേ, ഇവിടുന്ന് ഇറാഖിനെ അങ്ങോട്ട് സഹായിക്കാൻ വേണ്ടി ചെല്ലുകയാണ്, ഇവരെ ഇത്രയൊക്കെ ചെയ്തില്ലേ, എന്നിട്ട് ഇങ്ങനെയാണോ ബുദ്ധിമുട്ടിക്കുന്നത്, ഇവരുടെ കൂടെ നിൽക്കുന്നില്ലേ, അവരുടെ കൂടെ നിൽക്കാത്ത എന്താ, അല്ലെന്നുണ്ടെങ്കിൽ പാലസ്തീനെതിരായിട്ടാണോ ചെയ്യുന്നത്? ഒന്നും ചെയ്തില്ലെന്നേ. കൃത്യമായിട്ട് ഇൻ്റർനാഷണൽ അറിയാൻ ഇൻ്റർനാഷണൽ അഫെയർസിനെ പറ്റി കൃത്യമായി ഒരു ബോധ്യമുള്ള ആൾക്കാർക്ക് മാത്രമേ
ഇതിനെപ്പറ്റി മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരുത്താം. നിങ്ങളതിനകത്ത് കൃത്യമായിട്ട് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ പറഞ്ഞത് 1, 2, 3 ഒന്നുമല്ല, ഞാൻ പറഞ്ഞത് 30ഓളം ഇൻ്റർനാഷണൽ മീഡിയാസിൻ്റെ അതുപോലെ തന്നെ UN-ൻ്റെ പബ്ലിക്കേഷൻസിൽ നിന്നും കൃത്യമായി ഇൻഫർമേഷൻ കളക്ട് ചെയ്തിട്ടാണ് പറയുന്നത്. നിങ്ങൾക്കത് തെറ്റുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ തിരുത്താം. അപ്പോൾ ഇതുപോലുള്ള ഇൻഫർമേറ്റീവായിട്ടുള്ള വീഡിയോസിന് വേണ്ടി നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഇഷ്ടമുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.